ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഒരു 2 മണിക്കാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞത്. ഇപ്പം കുളിച്ചിട്ടൊന്നുമില്ല. 12:30 മണി. ഒരുത്തനില്ല, ഒരുത്തൻ തൃശ്ശൂർ പോയി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള. അപ്പം ഞങ്ങൾ ഇനിയിപ്പം 2 പേരുണ്ട്. 2 പേര്, അവർ 2 പേര് 2 മണിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ബാക്കി എല്ലാവരും 2 മണിക്ക് വരും. എന്തൊക്കെയാ പറയണ്ടത് ഒന്നും വിട്ടില്ല. എല്ലാവരും പറഞ്ഞു വന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ്. അപ്പം എല്ലാവരും കുറച്ച് പേര് ഇപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി അറിഞ്ഞാൽ ഒരു വീട്ടിൽ കൂടുതലുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഫസ്റ്റ് തന്നെ വണ്ടി ഒന്ന് കഴുകി ഇപ്പം ചെയിനൊന്ന് ലൂബ് ചെയ്ത്, ഞാൻ മണ്ടത്തരം ചെയ്താൽ വെച്ചാൽ ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷമാണ് വണ്ടി കഴിക്കുന്നത്. അതുകൊണ്ട് ചെയിൻ ലൂബ് ചെയ്തൊരു കാര്യമില്ലാണ്ടായി. പിന്നെ നോക്കിയപ്പോൾ ഇത് ലൂസ്, വണ്ടിക്ക് ഇങ്ങനെ കുറച്ച് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. സാധനം ലൂസ്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിൻ്റ് ഫുള്ള് പോയിരുന്നു. അപ്പം ഇന്ന് ചെക്ക് ചെയ്ത് എഞ്ചിൻ ഓയിൻ്റ് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ എഞ്ചിൻ കംപ്ലൈൻറ്റ് ഇല്ല, മനസ്സിലായി. ഒന്ന് വെറുതെ വന്നപ്പോൾ ഹെൽമെറ്റ് കൂടെ ഒന്ന് ക്ലീൻ വിചാരിച്ച് ഹെൽമെറ്റിൻ്റെതാ ഈ സാധനം വെച്ചിട്ട് ഇതല്ലേ ഹെൽമെറ്റ് ഫോം ക്ലീനർ സാധനം യൂസ് ചെയ്തിട്ട്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, അവർ പെയ്ഡ് പ്രൊമോഷൻ തന്നെ നന്നായിരുന്നു. പിന്നെ മ്യൂസിക് ഒക്കെ വെച്ച് ഇങ്ങനെ ബാക്കി താഴത്ത് നോക്കണ്ട, മ്യൂസിക് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വാനിൽ ഇച്ചിരി 12:30 മണിയായപ്പോഴാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് തോന്നിയത്. ഇവർ തരാനിട്ടല്ല, എനിക്ക് തോന്നിയത്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും പിന്നെ അപ്പവും ചിക്കൻ കറിയും കാപ്പിയും ബ്രഞ്ചാക്കാം. ഇപ്പോഴാണ് ഇറങ്ങുന്നത്. കറക്റ്റ് ടൈമിങ് ഒന്ന് വിളിച്ചു നോക്കണം. 2 മണിക്കാകുമ്പോഴേക്കും. ഇനിയിപ്പോൾ കുളിക്കാണ്ട്, പിന്നെ ഡ്രസ്സ് മാറ്റാണ്ട്, ഫുഡ് കഴിക്കാണ്ട്. ഫുഡ് കഴിച്ചില്ല, ഫുഡ് ഇപ്പോൾ കഴിക്കും. പിന്നെ കുളിക്കാണ്ട്, പിന്നെ ഡ്രസ്സ് മാറ്റും. പിന്നെയാണ് ഇനി ഇതൊന്ന് ശീലമാക്കണം. ശീലമാക്കി കഴിഞ്ഞാൽ എല്ലാ ഡേയും ഉണ്ടാവില്ല, ജസ്റ്റ് സൺഡേസ്, വീക്കെൻഡ്സ്, പിന്നെ തോന്നുന്ന ടൈമിൽ അങ്ങനെയൊക്കെ വ്ളോഗ് ഇടാൻ ശ്രമിക്കാം. ഇയാളെ കുളിപ്പിക്കാൻ വിരിച്ചിരുന്നു, പക്ഷേ ഇയാളെ കുളിപ്പിക്കാനും ഒക്കത്തിനൊന്നും ഒരു ടൈം കിട്ടിയില്ല. ഇയാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ടൈം അയക്കുന്നു അല്ലേ റൂബിയെ? എന്ത് സിമ്പിൾ അതേപോലെ മ്യൂസിക് ഓഫ് ആക്കുക, PC ഓഫ് ആക്കുക. ഞാൻ ഈ ഒരു നീല ഷർട്ട് ഇട്ടാൽ വന്നപ്പം ഒരുത്തൻ വീണ്ടും എവിടെ നീല ഷർട്ട് യൂണിഫോം ആയിട്ട് ഇപ്പോൾ പോയിരുന്നു. അങ്ങനെ നമ്മൾ ശാരംഗിൻ്റെ വീട്ടിലെത്തി. ശാരംഗിൻ്റെ വീട്ടിൽ ഡമ്പലൊക്കെ കുറച്ച് ഡമ്പൽ ഫ്ലെക്സ് ചെയ്യാം. ജിമ്മിന് പോകുന്നതിന് ഗുണമുണ്ട്. 5 കിലോനാണോ ഡൗട്ട്? 5 കിലോ എന്നൊക്കെ എഴുതിയില്ല, പക്ഷെ 5 കിലോ ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത വേറെ ഷർട്ടിട്ട് പിങ്കും മാറ്റിയോ? ബ്രൗൺ ആക്കിയാ? ഞാൻ നീലിട്ട് വന്നവരെ ഓരോ നീര് മാറ്റിയതാ. ഞാൻ ശരിക്കും സത്യം പറഞ്ഞ ഈ ക്രീം പാൻറ് ഇട്ടല്ലേ, ചിന്നിലെ ക്രീം പാൻറ് പിന്നെ മാറ്റി ഒഴിവാക്കി. മാന്തുന്നാ ഒരു വീട്ടിൽ കൂടെ ഗിഫ്റ്റ് വാങ്ങാനാ ഭാരത. എയർ ഫ്രയർ ഫിക്സ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ. അപ്പോൾ ഹാർഡ് വർക്കിംഗ് എന്നാണ് കുത്ത. എന്താ അതെ മതിയട. ഞാൻ പിടിച്ച ഓൾ ടഫ് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞ് വീട്ടിൽ കൂട്ടുള്ള ഗിഫ്റ്റ് വാങ്ങാനുള്ള ഓരോ തത്രപ്പടയാണ്. അതെ അതെ എന്താ അത്? പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് എല്ലാവരും കാണുന്നത്. അപ്പം കുറച്ച് കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് ട്രോളി. കുറേ പേര് ചിലവരെ അങ്ങോട്ട് കൂടുതൽ കാണുന്നതാണ്.
പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വീടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് മിനി മിൽഷൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഒരുത്തൻ വഴി തെറ്റിച്ച് ചുറ്റിട്ട് ഒരു സ്ഥലത്തെത്തി. കറങ്ങി കറങ്ങി കയറി ഒരു സ്ഥലത്തെത്തി. അയ്യോ എന്തായാലും നല്ല സ്ഥലം കാണിച്ചു തരാം. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അനസ് പറയുന്നത് എനിക്കൊരു സ്ഥലം അറിയാം, വൈബ് സ്പോട്ട് അറിയാം, നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം. ചായ കുടിക്കാൻ അറിഞ്ഞപ്പോൾ അവനെ പോലും അറിയാം സ്പോട്ട് അറിയില്ല. സ്ഥലത്തിന്റെ പേരെന്താ? അതെ, നമ്മൾ ഈ സ്ഥലം ചുറ്റി കാണിക്കാൻ വന്നാണ് അല്ലേ? സ്ഥലം ചുറ്റി കാണിക്കാൻ. ആ കണ്ടില്ല എന്നിട്ട് അടി കൊടുക്കുന്നു, ചവിട്ടെടുക്ക്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ നിന്ന് ആ സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ കുന്നമംഗലം ഒരു ഷോപ്പിൽ പോയി. ഞങ്ങളെ സ്ഥിരം കോളേജിൽ നിന്ന് വരുമ്പോൾ കഴിക്കുന്ന ഷോപ്പ് ഒരു കഫേ ഉണ്ട്, കഫേ അല്ല ശരി ബേക്കറി, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നേഴ്സറി വീട്ടിലേക്ക് വന്നു എല്ലാവരും. എൻ്റെ ഒക്കെ എനിക്ക് വേറൊരാൾക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ കൊണ്ടുകൊടുക്കണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടു കൊടുത്ത് നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി. എന്തായാലും ഫസ്റ്റ് വ്ളോഗായോണ്ടെന്നറിയില്ല, എനിക്ക് ഞാൻ എന്തായാലും ഇനി അടുത്തത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് ഇടുന്നതായിരിക്കും വ്ളോഗ്. വല്ലപ്പോഴും ആയിരിക്കില്ല, എനിക്ക് ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അങ്ങനത്തെ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അങ്ങനെ വീട്ടിൽ കൊണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥലം കാണാനൊക്കെ ചായ പിടിക്കാനൊക്കെ പറഞ്ഞ് അനസ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അനസ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കിടന്ന് ചുറ്റി കറങ്ങി. ആ സ്ഥലം കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ കുന്നമംഗലത്തെ ഒരു ബേക്കറി പോയി ഞാനൊരു ഷാർജ അടിച്ച് ഒരു ലൈമും കടിച്ച് അങ്ങനെ അതിനെ പിരിഞ്ഞ് ഇങ്ങനെ കുറച്ച് സാധനം കൊടുക്കാണ്ട് അങ്ങനെ ഇപ്പം 9 മണിക്ക് ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇനിയിപ്പോൾ അതാ ഇന്നത്തെ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി റെഡിയാക്കാൻ നോക്കാം. ഫസ്റ്റ് വ്ളോഗാണ്, അതുകൊണ്ടൊന്നും അറിയില്ല. ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് കാണാം. അതായിരിക്കും ഗുഡ് നൈറ്റ്.